എൻ്റെ മീൽ പ്രെപ്പ് വീഡിയോയിൽ ഒരുപാട് പേര് വന്ന് ചോദിച്ചതാണ് ഇതെങ്ങനെയാണ് ഞങ്ങൾ സ്റ്റോർ ചെയ്യണമെന്ന്. സോ സ്റ്റോറേജിൽ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ദ ഫസ്റ്റ് വൺ, കുക്ക് ചെയ്ത് കഴിഞ്ഞ് 2 hours നമ്മൾ ഇതെല്ലാം കൂൾ ഡൗൺ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റണം. സെക്കൻഡ് വൺ, എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ ബാച്ച് ആയിട്ട് വേണം നമ്മൾ വെക്കാൻ. തേർഡ് വൺ, നമ്മൾ 3 to 4 daysലോട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാം ഗോസ് ടു ഫ്രീസർ. സോ നമ്മുടെ മീൽ പ്രെപ്പ് ചെയ്ത് 3rd day ആട്ടെന്ന് കുറച്ചൊക്കെ ഞങ്ങൾ തിന്നു. പക്ഷേ അടുത്ത കറി എങ്ങനെ എടുത്ത് കഴിക്കാം എന്ന് കാണിച്ചു തരാം. സോ നമ്മൾ കറി എടുക്കുമ്പോൾ ഓൾവേസ് ബി കെയർഫുൾ. ഈ കറിപാത്രം പുറത്തേക്ക് എടുത്ത് കുറെ നേരം ഇങ്ങനെ വെക്കരുത്. എടുക്കുന്നു, വേറെ പാത്രത്തിലേക്ക് ആക്കുന്നു, മാറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കുഴച്ചൊന്നും എടുക്കരുത്. നമ്മൾ സൈഡിൽ നിന്ന് എടുക്കണം. ഈ പാത്രത്തിൽ നോക്കിയേ, ഞാൻ ഇന്നലെ ലാസ്റ്റ് 2 days എടുത്തേക്കുന്നത് കണ്ടോ, കുറച്ച് എടുത്തേക്കണേ. നമ്മൾ കഴിക്കണത് മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മളിത് റീഹീറ്റ് ചെയ്യാൻ. ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിത് അടയ്ക്കുക, എയർ ടൈറ്റ് ആക്കുക, ബാക്ക് ടു ഫ്രിഡ്ജ്. ഇതാണ് അതിന്റെ റൈസ് ആയാലും ഞാൻ എടുത്തെടുത്ത് വെച്ചേക്കുന്ന സൈഡിൽ നിന്ന് ഒന്നും പറ്റില്ല. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിന്റെ പരിപ്പ് കറി തീർന്നു. അപ്പൊ നമ്മുടെ ഫ്രീസറിൽ ഇരിക്കുന്ന ബാച്ച് വെക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 4 days ആണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഇന്ന് 3rd day ആയിട്ടുള്ളൂ. അത് തന്നെ വേറെ കറികളുടെ ബാക്കിയുണ്ട്. പക്ഷെ പരിപ്പ് കറി തീർന്നു. അപ്പൊ നെക്സ്റ്റ് ഡേക്കുള്ള പരിപ്പ് കറി നമ്മൾ ഫ്രീസറിൽ നിന്ന് തലേ ദിവസം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പൊ നാളേക്ക് ഇതിങ്ങനെ സോളിഡ് ആയിട്ട് ഇരിക്കുന്നത് മാറി സെറ്റോ. പിന്നെ നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റോറേജ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല.